ഈ രാജ്യസഭ എം പി ആയതിനു ശേഷം ബ്രിട്ടാസ് നിരന്തരം വാർത്തയിൽ വരാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ നിരന്തരം ചിലവർ സംഘർഷം ഉണ്ടാക്കുമല്ലോ നാട്ടിൽ പേരെടുക്കാൻ വേണ്ടി. അതുപോലെയാണ് ഇപ്പോൾ ബ്രിട്ടാസിന്റെ പരിപാടി. നിർമ്മല സീതാരാമനെ വിമർശിക്കുക, അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയെ വിമർശിക്കുക, ഇത്തരം വിവാദ വിഷയങ്ങൾ ഉണ്ടാക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെ ഇന്ത്യ മുഴുവൻ അറിയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും കുംഭമേള വന്നപ്പോൾ കുംഭമേളയെ വിമർശിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് അവിടെ ചൈനയിൽ തിരമാല ഉണ്ടാക്കുമ്പോൾ നാം ഇവിടെ മുങ്ങിക്കുളിക്കുകയാണ് എന്ന രീതിയിലുള്ള വിമർശനമായിരുന്നു കുംഭമേള വിമർശിച്ചാൽ നമുക്കറിയാമല്ലോ, കേരളത്തിൽ തന്നെ സിന്ധു സൂര്യകുമാർ ഉൾപ്പെടെയുള്ളവർ വിമർശിച്ച് ഫേമസ് ആയതുപോലെ തന്നെ ആ തന്ത്രം തന്നെ അദ്ദേഹം വീണ്ടും നടപ്പിലാക്കി. ഇപ്പോൾ കുറച്ചുകൂടി എമ്പുരാൻ അങ്ങനെ ഇന്ത്യയിൽ കത്തി നിൽക്കുന്ന ഒരു വിഷയമാണല്ലോ. അപ്പോൾ അതിൽ തലയിടുകയാണ് ജോൺ ബ്രിട്ടാസ് എം പി. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്തായിരിക്കും? എമ്പുരാൻ ഇന്ത്യയിൽ പൂർണ്ണമായി നിരോധിക്കണം എന്നായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യം, അല്ലേ ശ്രീജിത്തെ? ഇത് ജോൺ ബ്രിട്ടാസ് മിക്കവാറും എപ്പോഴും ഞാൻ കാണുന്നത് വടി കൊടുത്ത് അടി വാങ്ങിക്കുന്ന പരിപാടിയാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്. അപ്പോൾ പണ്ട് ഇപ്പൊ എമ്പുരാനെതിരെ വാതോരാതെ ഇങ്ങനെ വാദിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു ഇന്റർവ്യൂ ആണ്. പൃഥ്വിരാജ് വിവാഹം കഴിച്ചതിന് ശേഷം ആദ്യത്തെ ഇന്റർവ്യൂ കൈരളിയുമായിട്ട് അന്ന് എടുത്തത് ജോൺ ബ്രിട്ടാസ് ആയിരുന്നു. അപ്പം അവരുടെ ഫാമിലി മാറ്റേഴ്സിലേക്ക്, അവരുടെ ജീവിതത്തിൽ ആരും ചോദിക്കാത്ത ചില വഷളം ചോദ്യങ്ങൾ കുറുക്കി കൊള്ളുന്ന തരത്തിൽ അന്ന് സുപ്രിയ മറുപടി കൊടുക്കുകയും ഒപ്പം വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ വർഷം തന്നെ ഇതേ ബ്രിട്ടാസിനെ പരാമർശിച്ചുകൊണ്ട് സുപ്രിയ മറ്റൊരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഇത് പരാമർശിച്ചിരുന്നു. അപ്പൊ ഇത് ആദ്യം ഒന്ന് വടി കൊടുക്കും, ഒരടി വാങ്ങിക്കും, കുറച്ചു നാൾ മാറിയിരിക്കും, പിന്നെ അവരോടൊപ്പം ചേരും. അതെ, അപ്പൊ ബ്രിട്ടാസിനോട് പറയാനുള്ള കൈരളി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ വലിയ തലപ്പത്ത് ഇരിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ ആദ്യം പോയി അവിടുത്തെ ഉദ്യോഗസ്ഥരെയൊക്കെ വല്ലപ്പോഴും ഒന്ന് കണ്ട് അവിടെ ഒരു നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, അഴിച്ചുവിട്ട് വെക്കുന്ന കാടുമാടുകളെ പോലെ അഴിച്ചുവിടാതെ ഒരു സ്ഥാപനത്തിന്റെ ഉയർന്ന സ്ഥിതി ഇരിക്കുന്ന ഒരു വ്യക്തിയല്ലേ. അപ്പൊ ഈ എം പി ആയിട്ട് നടക്കാതെ വല്ലപ്പോഴും എങ്കിലും അതുവഴിയൊക്കെ ഒന്ന് പോയാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അത് വിടട്ടെ. എന്തായാലും ബ്രിട്ടാസിന്റെ ഈ ഒരു പരാമർശം എമ്പുരാൻ സിനിമയെ അല്ലെങ്കിൽ ഇതിന്റെ സംവിധായകനെയും എഴുത്തുകാരനെയും രാജ്യവിരുദ്ധരെന്ന് മുദ്ര കുത്തുന്നു എന്നുള്ളത്, ഇവിടെ ആര് മുദ്ര കുത്തുന്നു? ഒരു പാർട്ടി ഇവിടെ മുദ്ര കുത്തിയിട്ടില്ല. കോൺഗ്രസോ BJP RSS അല്ല, അത് അവർക്ക് ശീലമുണ്ടല്ലോ. കാരണം ഈ ആശാ സമരം ചെയ്യുന്നവർ ഇസ്ലാമിയാണ്, RSS ആണെന്ന് പറഞ്ഞ ഒരു അജണ്ട ഉണ്ട്. ഈ ഒരു എമ്പുരാൻ സിനിമ ഇങ്ങനെ പാൻ ഇന്ത്യൻ സിനിമയാക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോ ഓഫ് കാണിക്കാൻ വേണ്ടി അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഈ ആശാ വർക്കർ, അത് സ്വന്തം സംസ്ഥാനത്തിലെ സ്ത്രീകൾ തല മുണ്ടനം ചെയ്തിട്ട് അവിടെ ഇരിപ്പുണ്ട് ആ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ. അതൊന്ന് കണ്ണു തുറന്ന് കണ്ടതിന് ശേഷം അവിടെ പോയി ഈ വാദോരാതെ എമ്പുരാന് വേണ്ടി സംസാരിച്ചിരുന്നെങ്കിൽ ഒരു അന്തസ്സുണ്ടായിരുന്നേന്. ഇത് ഇവിടെയുള്ള സ്ത്രീകൾ സ്വന്തം അമ്മമാര് അല്ലെങ്കിൽ സ്വന്തം പെങ്ങന്മാര് അല്ലെങ്കിൽ സ്വന്തം ജനത ഇവിടെ കഷ്ടസ്ഥിതി അനുഭവിക്കുമ്പോൾ അവിടെ എമ്പുരാന് വേണ്ടിയിട്ട് വാദോരാതെ സംസാരിക്കുന്ന ഒരു മന്ത്രിയാണ് നമുക്കുള്ളത്. അത് എന്ത് തന്നെ ആയിക്കോട്ടെ, അത് അദ്ദേഹത്തിന്റെ മിടുക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇത്, അല്ലെങ്കിൽ പൃഥ്വിരാജും അദ്ദേഹവുമായിട്ടുള്ള ടൈപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം ഒരു പ്രൊമോഷൻ ചെയ്തു. പക്ഷേ ഇതിൽ നിലപാടുകൾ വ്യക്തമാക്കുന്നത് നമ്മുടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ്. അദ്ദേഹം പറഞ്ഞു, ഇതിപ്പോൾ ഹിന്ദുക്കളെ മാത്രമല്ല ക്രിസ്ത്യൻ വിഭാഗത്തെ പോലും മതസ്പർദ്ധ വളർത്തുന്ന തരത്തിൽ ഓരോ മൊമെന്റും ഓരോ നിമിഷവും അതിൽ പറയുന്നുണ്ട് എന്നുള്ളത്. അപ്പം ഇത് മറുപടിക്ക് തിരിച്ചടി കിട്ടിയിട്ടുണ്ട് അവിടെ. ഏതായാലും അതിൽ ഒരു രാജ്യസഭയിൽ ഞാൻ അറിഞ്ഞിടത്തോളം അതൊന്നും അവിടെ പരിഗണിക്കുക പോലുമില്ല, അതാരും പരിഗണിക്കും. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, ഇദ്ദേഹം കേരളത്തിൽ വലിയ ബുദ്ധിജീവി സ്വയം അവകാശപ്പെടുകയാണ്. കൈരളിയുടെ MD ആണോ അല്ലെ എന്തോ ആണ്, പിന്നെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന ആളാണെന്നെല്ലാം അവകാശപ്പെടുന്ന ആളാണ്. അവിടെ പോയി നിർമ്മല സീതാരാമൻ എല്ലാം കൈരളിയുടെ തലപ്പത്ത് ഇരിക്കുന്നത് കൊണ്ടായിരിക്കും. ഗോവിന്ദ മാഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്, CPM പാർട്ടി പ്രവർത്തകർ പോലും കൈരളി ചാനൽ കാണത്തില്ല. അതാദ്യം ഒന്ന് പോയി നന്നാക്കട്ടെ അദ്ദേഹം. എന്നിട്ട് അത് നന്നാക്കിയില്ലേലും വേണ്ടിയല്ല, ഈ സ്വന്തം ജനങ്ങളെ, ഈ സ്ത്രീകളെ ഒന്ന് കാണുക, അതിന് വേണ്ടിയിട്ട് ഒരു വാക്ക് സംസാരിച്ചിരുന്നേ ഒന്ന് കൈ കൊടുക്കായിരുന്നു. അല്ലാതെ ഇനിയിപ്പോൾ എമ്പുരാനെയും തപ്പിയെടുത്തോണ്ട് അങ്ങോട്ട് പോയി ഇവരുടെ തിരുവാതിര കളി വരെ എമ്പുരാനിലുണ്ടായിരുന്നു. അപ്പൊ അതൊന്നും അവർക്ക് വിഷയമല്ല, അവർക്ക് നാണോ ഒന്നുമില്ല. അവർക്ക് മറ്റുള്ളവരെ എടുത്തൊന്ന് കുത്തണം, മറ്റുള്ളവരെ ഒന്ന് സ്പർദ്ധ വളർത്തുക. ഇതിപ്പം നമുക്ക് തന്നെ അറിയാം, ഇത് RSSോ BJPയോ ഹിന്ദുക്കളോ മുസ്ലിമോ ഒന്നും അല്ല. ഇത് നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. അവരെ ചെറിയൊരു വിമർശിച്ചാൽ തന്നെ വലിയ രീതിയിൽ പ്രശ്നമുണ്ടാകും. കാരണം നാം പണ്ട് ആ സിനിമയിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഈ കറുത്ത മാസ്ക് വെച്ച് അകത്ത് കയറിയാൽ പുറത്തിറക്കിയ മുഖ്യമന്ത്രിയുടെ നാടാണ് നമ്മുടെ കേരളം. അതുകൊണ്ട് CPM വിമർശിച്ചാൽ അവർ കൃത്യമായി തന്നെ കൈകാര്യം ചെയ്യും. പക്ഷേ ഇപ്പോൾ
ഇതിൽ BJP ഉണ്ടല്ലോ, BJPയുടെ ചെറിയ എലിമെന്റുകളും RSSന്റെ കുറച്ചുണ്ടെന്ന ചിന്തയിലാണ് ഇവർ മാറി നിൽക്കുന്നത്. അല്ലാതെ തന്നെ നമുക്ക് നൂറുകണക്കിന് ഒരു 5-6 സിനിമയെങ്കിലും നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയും ഇവരുടെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നുകയറ്റം കൊണ്ട് ഇറങ്ങാതിരിക്കുന്ന സിനിമകൾ ഇറങ്ങിയിട്ട് തിയേറ്ററുകാരെ ഭീഷണിപ്പെടുത്തി പിൻവലിച്ച് എത്ര സിനിമകൾ. അതിനുദാഹരണം TP51 അല്ലേ, അവരുടെ മുമ്പിൽ ഇന്നും വാളോങ്ങി നിപ്പുണ്ട് നിയമസഭയില് ഒരു വിധവ. അപ്പം TP51 എന്ന് പറയുന്ന സിനിമ ആ സംവിധായകൻ പറയുന്നത് കേട്ടാൽ നമ്മൾ അന്താളിച്ചു സിനിമ ഉണ്ട് കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷവുമായി ബന്ധപ്പെട്ടൊരു സിനിമയാണ്. അതെല്ലാം കണ്ണൂരിലെ പല തിയേറ്ററുകളിലും ഭീഷണിപ്പെടുത്തി ഈ CPM-കാർ അവിടെ ഇറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. അതെ അതെ. എന്തായാലും BJP ഇപ്പൊ രാജ്യസഭയിൽ പറഞ്ഞിരിക്കുന്നത് ഈ സിനിമ അങ്ങ് നിർത്തലാക്കുക, ഇതിലും ഭേദം അങ്ങ് നിർത്തലാക്കുന്നത്. കാരണം ഇത്രയേറെ വിരോധവും വിമർശനവും എന്ന് വേണ്ട, ഇത് എത്ര ദിവസമായിട്ട് തുടങ്ങിയത്, ഇത് ഇറങ്ങിയപ്പോൾ. പക്ഷെ ഇതിന് തുടക്കം ഇട്ട ഒരു വ്യക്തിയുണ്ട്, അത് ഈ പാർട്ടി നേതാവ്. പക്ഷെ പൃഥ്വിരാജ് അത് മനസ്സിലാക്കുന്നില്ല. കാരണം പൃഥ്വിരാജിനെ കെണി ഉണ്ടാക്കിയത് CPM തന്നെയാണ് അല്ലേ, എനിക്ക് അങ്ങനെ തോന്നിയത്. പൃഥ്വിരാജിന് ഈ ഒരു അല്ലെങ്കിൽ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ എല്ലാവരും കണ്ട് അവനവൻ്റെ കാര്യം നോക്കി വീട്ടിൽ പോയിരുന്നേന്, ഇതാരും വലിയ മൈൻഡൊന്നും കൊടുക്കാൻ പോകത്തില്ലായിരുന്നു. പക്ഷേ ഇതിന് കെണി വെച്ചത് CPM ആണ്. ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഒരാൾ, എന്ത് കത്തിക്കണം, എന്ത് സ്പർദ്ധ വളർത്തണം, എങ്ങനെ. കാരണം അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നില്ലേ, BJP ഇങ്ങോട്ടങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്ന് പൊടി പോലും കാണത്തില്ല. ഇപ്പോഴേ പിണറായിയുടെ അവസ്ഥ വേദനാജനകമാണ്. അപ്പോൾ ഒന്നത് അറിയാലോ, ഇപ്പോഴത്തെ കേസുകളും കാര്യങ്ങളും അല്ല ഇങ്ങനെ ഞാണിമേ കളിയായിട്ട് വാളിന്മേ ഇതായിട്ട് തൂങ്ങിക്കിടക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ അതിന് മുൻപ് വലിയ രീതിയിൽ മുസ്ലിം പ്രീണനമായിരുന്നു. മുസ്ലിങ്ങൾക്ക് വേണ്ടി, ഗാസയ്ക്ക് വേണ്ടി കരയുന്നു, മറ്റു എല്ലാ പ്രശ്നങ്ങളും CAക്ക് വേണ്ടി കരയുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയത്തിന് ശേഷം ഇപ്പോൾ ആര് സമരം ചെയ്താൽ അവരെല്ലാം SDPIക്കാരാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. കാരണം ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് ഈ CPM-നെതിരെ രംഗത്ത് വന്നിരുന്ന ഒരു നേതാവായിരുന്നു PV അൻവർ. PV അൻവറിന് SDPI, ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫണ്ട് ഒരു പട്ടം ചാർത്തി നൽകി. പിന്നീട് നാം സമരം ചെയ്യുന്നത് കണ്ടത് ഈ ആശാ വർക്കർമാരാണ്. അപ്പോൾ ആശാ വർക്കർമാർക്കിടയിലും ജമാഅത്തെ ഇസ്ലാമി, SDPI അടക്കമുള്ള സംഘടനകളാണ്, RSS അടക്കമുള്ള സംഘടനകളാണെന്ന് നിരന്തരം പറയുന്നു. അതിൽ RSSനെ അല്ല അവർ കൂടുതൽ പറയുന്നത്, അതിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി എന്നാണ്. അങ്ങനെ ഇപ്പോൾ കേരളത്തിൽ എന്ത് സംഭവിച്ചാലും ജമാഅത്തെ ഇസ്ലാമി എന്നാണ് പറയുന്നത്. പണ്ട് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് RSSോ BJP ആയിരുന്നു. എന്ത് വന്നാലും ജമാഅത്തെ ഇസ്ലാമി എന്ന്. അങ്ങനെ RSSനും BJPക്കും വെല്ലുവിളിയായി മാറുകയാണ് ഇപ്പോൾ ഈ പാർട്ടി. അവർ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് നിന്ന് കളിക്കുകയാണ്. ഇടയ്ക്ക് നിന്ന് ബുദ്ധിപരമായിട്ട് ഇടയ്ക്ക് നിന്ന് കളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിക്കുക. മുസ്ലിമിനെയും ഹിന്ദുവിനെയും എന്ന് പറയുന്ന ഇടയ്ക്ക് നിന്നുള്ള ഒരു വല്ലാത്ത കളി. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് ഇട്ടതാരാണ്, ഇത്തരത്തിലുള്ള പോസ്റ്റ് ആദ്യം തുടക്കം ഇട്ടതാരാണ്, ഇതിന്റെ വല്ല കാര്യമുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ ആശാ വർക്കർമാരുടെ സമരത്തിലോ അല്ലെങ്കിൽ അവരെ ഒന്ന് ചർച്ചയ്ക്ക് വിളിക്കാനോ സാധിക്കാത്ത നമ്മുടെ കേരള മുഖ്യമന്ത്രി പോയേക്കുന്ന എമ്പുരാൻ കാണാൻ കൂടെ കുറേ നേതാക്കന്മാരും എമ്പുരാൻ കാണാനാണ് അവർക്ക് ഇതെടുക്കുക. അതിനകത്ത് എന്തുണ്ടെന്ന് അറിയാനാണ് ഇതെടുക്കുക. ഇവിടെ കുറേ സ്ത്രീ ജനങ്ങൾ ഇരുന്ന് സമരം ചെയ്യുന്നതിൽ അവർക്ക് കുഴപ്പമില്ല. ഇന്ന് വഖഫ് ഭേദഗതി ബില്ല് ഇന്ന് പാർലമെന്റിൽ ചർച്ചയ്ക്ക് വെച്ചേക്കുന്നു. അപ്പോൾ ഈ ഒരു മുനമ്പം വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങളുടെ ഭാഗത്ത് നിൽക്കണമെന്ന്. ഇനിയിപ്പോൾ അത് ചർച്ച നടക്കുന്നതേ ഉള്ളൂ, അത് ആരുടെ ഭാഗത്ത് നിൽക്കുമെന്ന് ദൈവത്തിന് അറിയാം. അപ്പോൾ ഇത് ഈ പറഞ്ഞതുപോലെ ഇരട്ടത്താപ്പാണ്. UDF ആണെങ്കിൽ LDF ആയാലും ഇങ്ങനെ ഒരു ഇരട്ടത്താപ്പ് നയമാണ് ഇവരുടെ ചിന്തയിൽ, ഇവരുടെ മനസ്സിലുള്ളത്. ആരെയൊക്കെ എങ്ങനെയൊക്കെ കൊന്നും കൊല വിളിച്ചും അധികാരത്തിലെത്തണം, എന്നാൽ അധികാരത്തിലെത്തിയ മര്യാദയ്ക്ക് ഭരണം നടത്തുമോ, അതുമില്ല. അതുകൊണ്ട് ജോൺ ബ്രിട്ടാസിന്റെ ഈ നയങ്ങളും ഇതൊക്കെ അതിങ്ങനെ വടി കൊടുത്ത് അടി വാങ്ങിച്ചുകൊണ്ടേയിരിക്കുക. അത് വലിയ കാര്യമൊന്നും നോക്കണ്ട.